ശ്രീ അനിൽ ബോസ് രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക്. കേരളം ഇന്ത്യയിലാണോ എന്ന സംശയമാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ ഇവിടുത്തെ സർക്കാരും പ്രതിപക്ഷമൊക്കെ ഒറ്റക്കെട്ടാണ്. പക്ഷെ കേരളത്തിന് കിട്ടിയതിൽ കേരളം എന്തു ചെയ്തു എന്ന മറു ചോദ്യം ഇവിടുത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുകയാണ്. എന്താണ് മറുപടി? അല്ല, നമ്മള് പ്രധാനമായിട്ടും കാണേണ്ടത് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും പോയില്ലെങ്കിലും പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു പോയിരുന്നു. കേരളത്തിലേക്ക് വരും മുമ്പ് ഈ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ എന്താണ് കൊട്ടിഘോഷിച്ചിരുന്നത്? തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഭരണം കിട്ടിയതിന് ശേഷമുള്ള എന്തൊരു ചാട്ടവും ബഹളവുമായിരുന്നു. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചും വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചോ? ഏതെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു? അദ്ദേഹം വന്നിട്ട് ചെയ്തത് എന്താ? അദ്ദേഹം വന്നിട്ട് ചെയ്തത് തീവ്രവാദികളാണ് ലീഗുകാർ എന്ന് പറയുന്ന വർഗീയ വിഭജനത്തിന് വിത്തുപാകുന്ന പ്രസംഗം നടത്തി കടന്നുപോയത്. അപ്പോ BJPക്കാർ പറഞ്ഞത് ഇവിടെയല്ല ഇത് പ്രഖ്യാപിക്കേണ്ടത്, പഠിച്ച് പ്രോജക്റ്റുകൾ തയ്യാറാക്കി വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കേണ്ട കാര്യമാണ്. ബഡ്ജറ്റ് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ബഡ്ജറ്റ് വരുമ്പോൾ നോക്കിക്കോളൂ. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നിട്ട് കേരളത്തിന് തരുമെന്ന് പറഞ്ഞത് തന്നില്ല. ബഡ്ജറ്റ് വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പ്രസ്താവിച്ച നേതാക്കൾ അതിനെക്കുറിച്ചാണ് വിശദീകരിക്കേണ്ടത്. അല്ല, അവരുടെ പ്രസ്താവനയെ കുറിച്ച് ഞാനെന്ത് മറുപടി പറയാനാ? BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലെ പൊതുസമൂഹത്തോട് രാഷ്ട്രീയ പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവർ പറയേണ്ടത് തിരുവനന്തപുരത്ത് നടത്താത്ത പ്രഖ്യാപനം ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞു. ബഡ്ജറ്റിൽ എന്ത് നിങ്ങൾ കൊണ്ടുവന്നു? എന്ത് കൊണ്ടുവന്നു? എയിംസ് എത്ര നാളായി ഇവിടെ ഒരു കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ച് ദിനംപ്രതി ചർച്ചയിലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എയിംസ് കേരളത്തിൽ കൊണ്ടുവരും. അത് ആലപ്പുഴയ്ക്ക് കൊടുക്കാം, തൃശ്ശൂരിന് കൊടുക്കാം, സ്ഥലം കിട്ടുന്ന എവിടെയും കൊടുക്കാൻ തയ്യാറാണെന്ന് എന്തോ പ്രസംഗമായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. കൊണ്ടുവന്നോ? ഒരു പരാമർശം ഉണ്ടായോ? അങ്ങനെ ഓരോ കാര്യം, അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, വാദഗതികൾ, പ്രചരണങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇപ്പം ബഡ്ജറ്റ് മൊത്തം വായിച്ചു നോക്കിയിട്ടോ മൊത്തം കേട്ടിട്ടോ അല്ലല്ലോ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പ്രാഥമികമായി പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ആശാവഹമായ പുരോഗതിക്കിടയാക്കുന്ന ഒന്നും തന്നെ പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു രീതിയിലും അത് ഏറ്റവും പ്രധാനം ഇന്ത്യയിൽ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമല്ലേ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് എന്റെയൊക്കെ പ്രദേശത്ത് പ്രതിദിനം 369 രൂപയാണ് കൊടുക്കുന്നത്. 369 രൂപ 100 ദിവസം എന്ന് പറഞ്ഞാൽ 36,900 രൂപ വീടുകളിൽ കിട്ടുകയാണ്. ആ വീടുകളിൽ കിട്ടുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്ന സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള കുടുംബങ്ങൾക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത്. സ്ത്രീ സമൂഹത്തിന് പ്രത്യേകിച്ചും അവർക്ക് കൃത്യമായ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി, അതും രാഷ്ട്രപിതാവിന്റെ പേരിലുള്ളത്. എന്താ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണപരമായി കാര്യങ്ങൾ അറിയാനുള്ള അവകാശം നിഷേധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുന്നു. അപ്പൊ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. കാതലായി നാടിന്റെ എല്ലാ പ്രതിസന്ധികളിലും നിലനിന്നു പോന്നിട്ടുള്ള പബ്ലിക് സെക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് പ്രഖ്യാപനങ്ങളാണ് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. അപ്പൊ ആ നിലയിലൊന്നും ഒരു പോസിറ്റീവായ റെസ്പോൺസും ബഡ്ജറ്റിൽ കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം കൂടെ വരികയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം ഇപ്പൊ മഹാരാഷ്ട്ര ഈ ബഡ്ജറ്റിൽ ഇല്ല, അല്ലെങ്കിൽ ഗുജറാത്ത് ഇല്ല, അല്ലെങ്കിൽ ഹരിയാന ഇല്ല, ബീഹാർ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ പാക്കേജ് തന്നെയല്ലേ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ആന്ധ്രയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ്, അതുപോലെ ബീഹാറിന് വേണ്ടി പ്രത്യേക പാക്കേജ്, അങ്ങനെയുള്ള പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് ആണ് ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നത്. അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായ രാഷ്ട്രീയ പിൻബലം വേണ്ടുന്ന സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി എല്ലാ ലിമിറ്റുകളും മറികടന്നുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇപ്പം വന്നിട്ട് കേരളത്തിൽ ഇവർ ഉദ്ധരിക്കും, കേരളത്തോട് പ്രത്യേകമായ പരിഗണനയാണ്, ബഡ്ജറ്റ് വലിയ വിപ്ലവമാണ് എന്ന് പറഞ്ഞാൽ ഓരോ ബഡ്ജറ്റുകളുടെയും സ്ഥിതി
വളരെ കഷ്ടമാണ്. ശരി. ആഴത്തിൽ ഇറങ്ങി പരിശോധിച്ചാൽ പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങളിൽ ഇതൊരു എപ്പോഴും സ്മൃതി, ഇത് എല്ലാ കാലത്തും നടക്കുന്ന ഒരു പ്രക്രിയയുടെ തുടർച്ച പോലെ അതൊരു ചടങ്ങായി മാറുകയാണ് ബഡ്ജറ്റ് പ്രസംഗങ്ങൾ എന്ന് പറയുന്നത്. ശരി, മോദി ഭരണകാലത്ത് എന്തൊക്കെ കേരളത്തിന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന വിലയിരുത്തലുമുണ്ട്. ശ്രീ ഷാബു പ്രസാദിലേക്ക്. Debate with Smriti Parathikkad.